നമസ്കാരം. നമ്മളൊരു ലോൺ എടുക്കാൻ പോകുമ്പോൾ അതിന്റെ പലിശയില് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കെണികളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആ കെണികളെപ്പറ്റിയും അതിലൊന്നും പെട്ടുപോകാതെ എങ്ങനെ നല്ലൊരു സാമ്പത്തിക തീരുമാനം എടുക്കാമെന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. അപ്പോ ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ഒരു ലോണിനു വേണ്ടി നമ്മൾ എവിടെയെങ്കിലും കയറി ചെല്ലുമ്പോൾ മിക്കവാറും നമ്മൾ എല്ലാവരും കേൾക്കാൻ സാധ്യതയുള്ളൊരു സംഭാഷണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കേൾക്കുമ്പോൾ എന്തൊരു നല്ല കാര്യമാണല്ലേ, ലോൺ എളുപ്പത്തിൽ കിട്ടുമല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ പറയുന്ന ചെറിയ പലിശ വ്യത്യാസമുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു തുകയാണോ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന ചെറിയ ശതമാനം, അതായത് ആ ഒരു ചെറിയ വ്യത്യാസം, ഒരു ലോങ് ടേമില്, അതായത് ഒരുപാട് കാലം കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപയുടെ നഷ്ടമുണ്ടാക്കുമെന്ന് ഒന്ന് കൃത്യമായിട്ട് നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ, 2 ലോണുകളുണ്ട്. രണ്ടും 40 ലക്ഷം രൂപയുടേതാണ്. തിരിച്ചടയ്ക്കാനുള്ള സമയവും സെയിമാണ്, 25 വർഷം. ആകെ പാടെയുള്ള വ്യത്യാസം എന്താണെന്നറിയോ? പലിശയിലുള്ള ഒരു 1.5% വ്യത്യാസം, അത്രമാത്രം. ഇനി ആദ്യത്തെ ലോൺ എടുക്കാം. അതിന് 9% പലിശ. അപ്പോ 25 വർഷം കഴിഞ്ഞ് നമ്മൾ മൊത്തത്തിൽ എത്ര തിരിച്ചെടുക്കും? ഏകദേശം 1,70,000 രൂപ. ഇനി രണ്ടാമത്തെ ലോണിലേക്ക് വരാം. ഓർമ്മയുണ്ടല്ലോ, പലിശ 10% ഇവിടെയോ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട മൊത്തം തുക 1,13,00,000 കടന്നുപോകുകയാണ്. കണ്ടില്ലേ ആ വ്യത്യാസം? അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ വെറും 1.5% വ്യത്യാസം കൊണ്ട് മാത്രം നമ്മൾ അധികമായി കൊടുക്കേണ്ടി വരുന്നത് എത്രയാണെന്നോ? 12,50,000 രൂപ. ഇതൊരു ചെറിയ തുകയല്ല. ഈ ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പോ പലിശയിലെ ഈ വ്യത്യാസം മാത്രമല്ല കെണി, വേറൊരു സംഭവം കൂടിയുണ്ട്. നമ്മൾ അത്ര ശ്രദ്ധിക്കാത്തൊരു ചതി. അത് നമ്മുടെ EMI കണക്ക് കൂട്ടുന്ന രീതിയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇതൊരു തരം പറ്റിക്കലാണ്. ചില ഏജന്റുമാരുണ്ടല്ലോ, അവര് നമ്മളോട് പറയും പലിശ വളരെ കുറവാണെന്ന്. പക്ഷേ EMI കണക്ക് കൂട്ടുമ്പോൾ ഒരു ഉയർന്ന സംഖ്യയായിരിക്കും വരുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ അവർക്ക് അവരുടെ സെയിൽസ് ടാർഗറ്റ് തികയിക്കണം. സിമ്പിളായി പറഞ്ഞാൽ, നമ്മളോട് പറയുന്ന പലിശയല്ല നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന EMIയിലുണ്ടാവുക. അപ്പോ നിങ്ങൾക്ക് നിലവിലൊരു ലോൺ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഒരു EMI കാൽക്കുലേറ്റർ എടുത്ത് നിങ്ങളുടെ EMI ബാങ്ക് ആദ്യം പറഞ്ഞ പലിശ വെച്ച് കറക്റ്റ് ആണോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ചില പ്രൈവറ്റ് ഫിനാൻസ് കമ്പനികളിൽ നിന്നൊക്കെയാണ് ലോൺ എടുത്തതെങ്കിൽ നിർബന്ധമായും നോക്കണം. അപ്പൊ ശരി, ഈ കെണികളിലൊന്നും പെട്ടുപോകാതിരിക്കാൻ നമുക്കെന്താ ചെയ്യാൻ പറ്റാ? സിമ്പിളാണ്. ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി, നമ്മളെ തന്നെ നമുക്ക് സേഫാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ലോൺ പേപ്പറിൽ സൈൻ ചെയ്യുന്നതിന് മുൻപ് ഈ 4 കാര്യങ്ങൾ ഉറപ്പായും ചോദിച്ചറിയണം. ഒന്നാമത്തേത്, പലിശ എത്ര ശതമാനമാണ്? 2, ഈ പലിശ ഫ്ലാറ്റ് റേറ്റിലാണോ ഡിമിനിഷിംഗ് റേറ്റിലാണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 3, എത്ര വർഷത്തേക്കാണ് EMI? 4, അവർ പറയുന്ന EMI വെറുതെ വിശ്വസിക്കരുത്, നമ്മൾ തന്നെ ഒന്ന് കണക്ക് കൂട്ടി നോക്കണം. ഈ 4 സ്റ്റെപ്പുകൾ കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങളുടെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലാവും. അതിന് നിങ്ങൾ കണക്കിലെ ഭയങ്കര പുലിയൊന്നും ആവണമെന്നില്ല. നിങ്ങളുടെ ഫോണിലൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താലോ, അല്ലെങ്കിൽ ഗൂഗിളിൽ EMI കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്താലോ മതി. ബാങ്ക് പറയുന്ന കണക്ക് ശരിയാണോന്ന് നമുക്ക് തന്നെ സിമ്പിളായിട്ട് നോക്കാം. അപ്പോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അടയ്ക്കുന്ന EMIയുടെ പണം എങ്ങോട്ടാണ് പോകുന്നത്? എത്ര ഭാഗം മുതലിലേക്കും എത്ര ഭാഗം പലിശയിലേക്കും പോകുന്നുണ്ട്? അതിന്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് നോക്കാം. ഇനി പറയാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങളെ ശരിക്കും ഞെട്ടിച്ചേക്കാം. ഒരു 40 ലക്ഷം രൂപയുടെ ലോൺ എടുത്താൽ നമ്മൾ അടയ്ക്കുന്ന EMIയിലെ ഭൂരിഭാഗം പണവും മുതലിലേക്ക് പോയി തുടങ്ങണമെങ്കിൽ, അതായത് നമ്മുടെ കടം ശരിക്കും കുറഞ്ഞു തുടങ്ങണമെങ്കിൽ 17 വർഷത്തിൽ കൂടുതലെടുക്കും. അതുവരെ നമ്മൾ അടയ്ക്കുന്നതിന്റെ ഭൂരിഭാഗവും പോകുന്നത് പലിശയിലേക്കാണ്. ഈ ചാർട്ട് ഒന്ന് നോക്കിക്കേ. ഇത് കാണുമ്പോൾ കാര്യം കുറച്ചുകൂടി വ്യക്തമാകും. ആദ്യത്തെ വർഷം നമ്മൾ EMI ആയിട്ട് ഏകദേശം 3,62,000 രൂപ അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ കടം കുറയുന്നത് വെറും 54,000 രൂപയ്ക്ക് മാത്രമാണ്. അതെ, വെറും 54,000 രൂപ. ബാക്കി 3 ലക്ഷത്തിൽ കൂടുതലും പോകുന്നത് പലിശയായിട്ടാണ്. അപ്പോ പെട്ടെന്നൊരു ജോലി പോവുകയോ മറ്റോ ചെയ്താൽ EMI അടവ് മുടങ്ങുമല്ലോ. അങ്ങനെയൊരവസ്ഥ ഒഴിവാക്കാൻ എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് കയ്യിൽ വേണം. ചുരുങ്ങിയത് ഒരു 6 മാസത്തെ EMI എങ്കിലും അടയ്ക്കാൻ പറ്റുന്ന ഒരു തുക നമ്മൾ ഇതിനായി മാത്രം മാറ്റിവെക്കണം. അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? അവസാനം ഒരു കാര്യം എപ്പോഴും ഓർക്കുക.
ലോണ് തരാൻ ഒരുപാട് ബാങ്കുകളും ആളുകളുമുണ്ടാകും. പക്ഷേ അത് തിരിച്ചടയ്ക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ഏത് ലോൺ എടുക്കുന്നതിനു മുൻപും ശരിക്കാലോചിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, നല്ല തയ്യാറെടുപ്പോടെ മാത്രം മുന്നോട്ടു പോവുക.